നമസ്കാരം. പതിരും കതിരും. അയലത്തെ വീട്ടിൽ തേങ്ങ പൊട്ടിക്കുമ്പോൾ നമ്മൾ രണ്ട് ചിരട്ടയെങ്കിലും പൊട്ടിക്കണമെന്ന പക്ഷക്കാരനാണ് നമ്മുടെ കണ്ണൂരെ വ്യാക്രം കെ സുധാകരൻ സാറ്. കണ്ണൂരിൽ CPM-ൻ്റെ അൽബൂരിക്കട്ട തൊഴിച്ചിളക്കിക്കൊണ്ട് TK ഗോവിന്ദനും കുഞ്ഞൂഷനും പുറത്തു പോയതിൻ്റെ വെപ്രാളമായിരുന്നു അവർക്ക്. അപ്പോഴതാ കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. സുധാകരൻ ഡൽഹിയിൽ ചെന്ന് പൊട്ടിത്തെറിച്ച് 4-5 കഷണങ്ങളായി എന്ന റിപ്പോർട്ട് വന്നതോടെ കമ്മികൾ ആഹ്ലാദചിത്തരായി. ചാനലുകളെല്ലാം ഉഷാറായി. സുധാകരൻ രാജിക്കൊരുങ്ങുന്നു എന്ന വാർത്ത വന്നതോടെ താമരമാലയും ഷാളുമായി BJP ക്യാമ്പ് ആവേശത്തിലായി. സുധാകരനെ അവർ സ്വാഗതം ചെയ്തു. തെക്കൻ കവിക്കുഞ്ഞിരാമൻ സഖാവ് G സുധാകരൻ പോയ ഒഴിവിൽ ഞങ്ങൾക്ക് ഈ വടക്കൻ സുധാകരനെ വേണമെന്ന് പറഞ്ഞ് CPM-കാർ അനുരഞ്ജനത്തിന് ശ്രമിക്കുമോ എന്നൊരു കൗതുകവും ഉണ്ടായി. ഒരുപക്ഷെ കെ സുധാകരൻ പോയി CPM ആകുന്നത് ഒന്നാലോചിച്ച് നോക്കുക. പിണറായി വിജയൻ്റെ ആലിംഗനം, ജയരാജന്മാരുടെ രോമഹർഷം, ശ്രീമതിയുടെ ഹസ്തദാനം, ഗോവിന്ദൻ്റെ ചിരി, ബ്രണ്ണങ്കാലത്തെ പഴയ ഏക്ഷൻ കഥകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന പിണറായി വിജയനും സുധാകരനും. EP ചിറ്റപ്പൻ്റെ കഴുത്തിൽ തടവി സുധാകരൻ പറയും, പോട്ടേടാ മോനെ അനക്ക് തെറ്റുപറ്റി. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം എന്നതുപോലെ തൻ്റെ കഴുത്തിലെ 2 ഉണ്ടകൾ മജ്ജയിൽ അലിഞ്ഞു ചേർന്ന കഥകൾ ഇരുവരും സംസാരിക്കുന്നു. പുരാതന കൃതാപകാരൻ കടന്നപ്പള്ളി എടുത്ത് തോട്ടിലെറിഞ്ഞ് സുധാകരനെ അവർ കണ്ണൂരിൽ നിർത്തി ജയിപ്പിച്ചെടുക്കുന്നു. പിണറായി വിജയനും സുധാകരനും ഒന്നാകുന്ന ആ മധുര മനോഹര മനോജ്ഞ കേരളം വെറും സ്വപ്നം മാത്രമായി. കെ സുധാകരൻ 15 സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് കേട്ടപ്പോൾ കമ്മികളുടെ മനസ്സിൽ പൂത്തിരി കത്തി. ആരണ്യാന്തര വനാന്തര നികുഞ്ചങ്ങളിലൂടെ മരവുരി ചുറ്റി കാട്ടുപഴങ്ങളും തിന്ന് നീർച്ചോരകളിൽ നിന്നും വെള്ളം കുടിച്ച് നീർമരുതിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്ന സതീശൻ്റെ വനവാസത്തെപ്പറ്റിയാണ് അവർ ചിന്തിച്ചത്. കോടിയേരി പുത്രൻ ബീഡിയേരിയുടെ സന്തോഷമായിരുന്നു എന്ന് കാണേണ്ടത്. മിനിറ്റ് വെച്ച് പുള്ളി പോസ്റ്റ് ഇട്ടുകൊണ്ടേയിരുന്നു. ഗർജിക്കുന്ന കാര്യത്തിൽ സുധാകരനേക്കാൾ 10 മടങ്ങ് ശക്തിയുണ്ട് മല്ലികാർജുന ഖാർഗെയ്ക്ക്. അത് പിന്നീടാണ് സുധാകരനും മനസ്സിലായത്. എല്ലാം കഴിഞ്ഞ് പുറത്തു വന്ന കെ സുധാകരൻ്റെ പ്രസ്താവന കേട്ട് ഇടതു മാപ്രകളുടെ ആവേശമാകെ തണുത്തുപോയി. ഞാൻ എവിടെ പോകാൻ, പാർട്ടി എത്രയോ മുഴുത്തത്, ഞാൻ എത്രയോ ചെറുത്. ഈ വാക്യമുണ്ടല്ലോ, എല്ലാവരും എടുത്ത് ഫ്രെയിം ചെയ്ത് വയ്ക്കണം. ഇതിനിടയിൽ കിടന്ന് നരകിച്ചതെല്ലാം പാവം അടൂർ പ്രകാശാണ്. പുള്ളി പോസ്റ്റിടും, പിൻവലിക്കും. ചെറുതായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തിയെങ്കിലും ഏശിയില്ല. സുധാകരൻ ഇടഞ്ഞതോടെ സതീശൻ്റെ ചീട്ട് കീറിയെന്ന് സന്തോഷിച്ചവരായിരുന്നു ഏറെയും. സിംഹങ്ങൾ ഒന്നോർക്കുക, പല്ല് കൊഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ അണപ്പല്ലൊക്കെ ആടിത്തുടങ്ങിയിട്ടുണ്ട്. ആ ഓർമ്മ വേണം. ഇല്ലെങ്കിൽ പ്രതീക്ഷ പറ്റിയ ജനമുണ്ടല്ലോ അടിച്ചിളക്കും. വലിയ പ്രതീക്ഷകളാണ് കെ സുധാകരൻ ഇന്നലെ അന്തം കമ്മികൾക്കും BJP-കാർക്കും നൽകിയത്. സുധാകരന് സീറ്റില്ല എന്നറിഞ്ഞിട്ടും കണ്ണൂരെ കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം ഇളകിയില്ല എന്നത് പ്രത്യേകം ഓർക്കണം. ഇടഞ്ഞ സുധാകരൻ തുമ്പിക്കൈ ചുഴറ്റിയും പിൻകാലുകൊണ്ട് തൊഴിച്ചും കുത്തിയും ഉത്സവപ്പറമ്പിനെ അലമ്പാക്കുന്നതിനിടയിൽ വെച്ചുവാണിഭക്കാരനെ കൊള്ളയടിച്ചോടാനുള്ള ശ്രമത്തിലായിരുന്നു അന്തങ്ങൾ. ചുളുവിൽ വൻ വിജയം നേടാൻ കാത്തിരുന്നവർ നിരാശരായി. സുധാകരന് സീറ്റില്ല എന്നറിയുമ്പോൾ കമ്മികൾ പോസ്റ്റിടും, സുധയ്ക്ക് പുല്ലുവില. അടുത്ത വാർത്ത സീറ്റ് കിട്ടിയെന്നറിയുമ്പോൾ അവർ വീണ്ടും എഴുതും, ഹൈക്കമാൻഡ് ചളുങ്ങി. പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു എന്ന സന്ദർഭം എന്ന സിനിമയിലെ പാട്ടാണ് കമ്മികൾ ഇപ്പോൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അത് പിണറായി വിജയനും നന്നായി ഇണങ്ങുന്ന ഒരു പാട്ടാണ്. സത്യത്തിൽ സുധാകരൻ പാർട്ടി വിടാൻ ഒരുങ്ങിയോ, സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചുവോ? എല്ലാ മാധ്യമങ്ങൾ പറഞ്ഞ അറിവേ നമുക്കുള്ളൂ. എന്തായാലും സുധാകരൻ്റെ പ്രതികരണം കേട്ടപ്പോൾ മനസ്സിലായത് ആ പാവം ഇതിനൊന്നും ആലോചിച്ചിട്ടില്ല എന്നാണ്. ചില അടുത്ത വൃത്തങ്ങളുണ്ട് എല്ലാ നേതാക്കൾക്കും. അവർ തങ്ങളുടെ ആഗ്രഹങ്ങൾ നേതാവിൻ്റേതായി അങ്ങ് അടിച്ചിറക്കും. പാർട്ടി പറയുന്നതിനപ്പുറം എനിക്കൊന്നുമില്ല എന്ന് സുധാകരൻ പറഞ്ഞു കഴിഞ്ഞു. വെറുതെ സ്വയം പരിഹാസ്യനാകാൻ ഈ മനുഷ്യൻ എന്തിനു നിന്നുകൊടുത്തു എന്നാണ് അറിയേണ്ടത്. ആരാണ് ഈ പാവത്തിനെ കുത്തിത്തിരുകി വിട്ടത്? എല്ലാം സതീശൻ കാരണമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു ചാനലുകൾക്ക്. ജനശത്രുക്കളായി മാറി അണ്ടം പറഞ്ഞു നിൽക്കുന്ന CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷ ഏതുമില്ല എന്നതാണ് സത്യം. ഇതിനിടയിൽ വേറൊരാൾ കിടന്ന് വിരകുന്നത് കണ്ടു. തള്ളിക്കളയുന്ന കല്ല് മൂലക്കല്ലാകുമെന്നൊക്കെ പറഞ്ഞു. കുമ്പക്കുടിക്ക് പറ്റാത്തതാണ് ഈ മൂലക്കല്ലിന് പറ്റാൻ പോകുന്നത്. വെറും മൂത്രത്തിൽ കല്ലിൻ്റെ വിലയെ ഇത്തരക്കാർക്ക് ജനങ്ങൾ നൽകാറുള്ളൂ. മൂലയ്ക്ക് ഇരുന്നു കൊള്ളും. പെരുമ്പാവൂരുകാരുടെ ഹൃദയത്തിലാണ് ഞാനെന്നാണ് ആ കൊച്ചു ചിക്കനും പറയുന്നത്. എനിക്ക് എന്താണൊരു കുറവെന്നാണ് എൽദോ ചോദിക്കുന്നത്. ബലാത്സംഗം ഒരു കുറവായിട്ടല്ല, അധിക യോഗ്യതയായിട്ടാണ് പുള്ളി കാണുന്നത്.
സ്വതന്ത്രനായി പെരുമ്പാവൂരല്ല പരവൂരിൽ പോയി മത്സരിക്കുമെന്നായിരുന്നു ഭീഷണി. ബഹളങ്ങൾക്കിടയിൽ പിണറായിയുടെ PR തള്ളുകളും വികസിത കേരളവുമൊക്കെ ജനം മറന്നു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിണറായി തലകൾ കീറി തുടങ്ങി. സുധാകരൻ്റെ ഈ പൊട്ടിത്തെറി കാരണം കൂടുതൽ മൈലേജ് കിട്ടിയത് സതീശനും ഹൈക്കമാൻഡിനുമാണ്. ഇന്നലെ വരെ ചളുങ്ങിയ ലോ കമാൻഡ് എന്ന് പരിഹസിച്ചവർ ഇന്ന് പറഞ്ഞു തുടങ്ങി ഹൈക്കമാൻഡ് കൊള്ളാം.